الحمد لله المبدئ المعيد الغني الحميد العفو الواسع والعقاب الشديد من هداه فهو السديد السعيد ومن أضله فهو الطريق البعيد ومن أرشده إلى سبل النجاة ووفقه فهو الرشيد يعلم ما ظهر وما بطن وما خفي وما علن وما هجن وما حسن وهو أقرب إلى الكل من حبل الوريد قسم الخلق قسمين وجعل لهم منزلتين فريق في الجنة وفريق في السعير إن ربك فعال لما يريد اللهم صل على محمد وعلى آل محمد الذي أدى الأمانة وبلغ الرسالة ونصح الأمة وكشف الله به الغمة أيها الإخوان والأخوات أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلما تراءى الجمعان قال أصحاب موسى إنا لمدركون قال كلا إن معي ربي سيهدين صدق الله العظيم وصدق وبلغ رسول النبي الكريم نحن على ذلك من الشاهدين الحمد لله رب العالمين. സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് പടച്ചവനെ സൂക്ഷിച്ച് മുത്തക്കികളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിച്ചതുപോലെ അവൻ്റെ സ്വർഗ്ഗഭോഗാവനത്തിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പാപങ്ങളും പുറത്ത് വിശുദ്ധരായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അവൻ നാമേവരെയും അനുവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വളരെ പവിത്രമായ ഒരു മാസത്തിലാണ് നാം ഉള്ളത്. ന്യൂ ഇയറിൻ്റെ തുടക്കത്തിലാണ് ഉള്ളത്. ഹിജ്റ കലണ്ടറിൽ മുഹറം എന്ന പവിത്ര മാസം കൊണ്ടാണ് ഈ വർഷം ആരംഭിക്കുന്നത്. ഈ വർഷം അവസാനിക്കുന്നത് ദുൽഹജ്ജ് എന്ന് പറയുന്ന പവിത്രമായ മാസം കൊണ്ടാണ്. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി മാ ഖലഖ അസ്സമാവാതി വൽ അർള് മിൻഹാ അർബഅത്തുൻ ഹുറും. ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെട്ട അന്നു മുതലേ വർഷത്തിൽ 12 മാസങ്ങളാണ്. ആരാണ് ഈ 12 മാസം നിശ്ചയിച്ചത്? ആരാണ് ആഴ്ചയിൽ 7 ദിവസം എന്ന് നിശ്ചയിച്ചത്? ലോകത്തെല്ലായിടത്തും ആ ഒരു യൂണിഫോം ഡേറ്റും അല്ലെങ്കിൽ ഈ അർത്ഥത്തിലുള്ള ഒരു വർഷത്തിലെ 12 മാസവും ഒരാഴ്ചയിലെ 7 ദിവസവും ആരാ നിശ്ചയിച്ചത്? ഗൂഗിള് പരിശോധിച്ച് നോക്കുക, ChatGPTയിൽ ഒന്ന് അടിച്ചു നോക്കുക, ആരത് ചെയ്തത്? അങ്ങനെ പലതും ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ആ സംവിധാനത്തിനൊരു മാറ്റമില്ലാതെ തുടരാണ്. അവൻ്റെ പേരാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. യൗമ ഖലഖസ് സമാവാതി വൽ അർള് എന്ന് പറഞ്ഞത് ആകാശഭൂമി സൃഷ്ടിക്കപ്പെട്ട അന്നു മുതലേ ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ 12 ഒരു വർഷത്തിലെ മാസം. ഇതിൽ ഇന്ന് വരെ മാറ്റം വന്നിട്ടില്ല. 13 മാസമുള്ളൊരു വർഷമാക്കാം. ഇപ്പോൾ ഓഫ് ഡേ മാറ്റുന്നുണ്ടല്ലോ. UAE പണ്ട് വെള്ളിയാഴ്ചയായിരുന്നു അവധി, ഇപ്പോൾ അത് സൺഡേ ആക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ മാറ്റാണല്ലോ. ഇതുപോലെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല. ഏതായാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആണ് അത് സംവിധാനിച്ചിട്ടുള്ളത് എന്നതാണ്. അതിൽ പവിത്രമായ മിൻഹ അർബഅത്തുൻ ഹുറും 4 മാസം പവിത്രമാണ്. പവിത്രമായതിനെ പവിത്രമായി കാണുക. വമൻ യുഅല്ലിം ശആഇറല്ലാഹ്, അതൊക്കെ അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളാണ്. അതിനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നത് മിൻ തഖ്വൽ ഖുലൂബ്. പള്ളിയിൽ വരുമ്പോൾ മൊബൈൽ എടുക്കുമ്പോൾ അത് പള്ളിയാണ്, അതിന് പേടി ഉള്ളിലുണ്ടെങ്കിൽ അത് തഖ്വയുടെ അടയാളമാണെന്നാണ് ഖുർആൻ പറയുന്നത്. വിശുദ്ധ ഖുർആൻ കാണുമ്പോൾ സാധാരണ ന്യൂസ് പേപ്പർ പോലെ അതിനെ കാണുന്നുവെങ്കിൽ അത് അപകടമാണ്. നേരെ മറിച്ച് റബ്ബേ ഖുർആൻ ആരവിടെ വെച്ചത്, ഇതെന്താ ഇവിടെ നിലത്തിരിക്കുന്നത്, അങ്ങനെ തോന്നുവെങ്കിൽ അത് തഖ്വയുടെ അടയാളമാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ വേൾഡ് കപ്പ് കാണണം, അപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ ഒന്ന് സൗണ്ട് കുറക്കുക, അത് തഖ്വയുടെ അടയാളമാണ്. അള്ളാഹുവിൻ്റെ വചനം, നിങ്ങൾ സൈലൻ്റ് ആവണമെന്നൊക്കെ റസൂല് പറയുന്നുണ്ട്. മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങൾ പറയണമെന്ന് പറയുന്നത്. ഒരു പള്ളിയിൽ ഏറ്റവും ചെറിയ സ്ഥാനമാണ് മുഅദ്ദിന്, പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് മുഅദ്ദിന് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അന്ത്യനാളിൽ അയാൾക്ക് ഭയങ്കര ഹൈറ്റായിരിക്കുന്നതാണ്.
മുഅദ്ദിനുകളൊക്കെ ഇങ്ങനെ ഭയങ്കര ഹൈറ്റിൽ പ്രത്യേകം കാണാമെന്നാണ്, തലയെടുപ്പോടുകൂടി. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു റസൂല് തൻ്റെ തോള കാണിച്ചു കൊടുത്തത് ഇസ്ലാമിൻ്റെ വിജയപ്രഖ്യാപനം നടത്താൻ അദ്ദേഹത്തെ കയറ്റി. അപ്പോൾ അതൊക്കെ ആ പവിത്രത വളരെ പ്രധാനപ്പെട്ട. ഭർത്താവ് റെസ്പെക്റ്റ് ചെയ്യാൻ പറഞ്ഞതാണ് അള്ളാഹ്. അയാൾ എൻ്റെ ഹസ്ബൻഡാണ്, അയാൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഉണ്ടല്ലോ, അയാളുടെ എടാപോടെ രീതിയിൽ പെരുമാറാൻ പാടില്ല എന്നൊരു പെണ്ണിന് വിചാരം വരുന്നുണ്ടെങ്കിൽ അത് തഖ്വയുടെ അടയാളമാണ്. വിശുദ്ധ ഹറം ഫീഹി ആയാത്തുൻ ബയ്യിനാത്ത്, മഖാം ഇബ്രാഹിം കാണുന്നു. ഒരു ചില്ലിൻ്റെ കൂട്ടിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഫുട് പ്രിന്റുകൾ പതിഞ്ഞിട്ടുണ്ട്. അതൊരു അത്ഭുതമാണ്. ആ പാറക്കല്ലിലാണ് ഇബ്രാഹിം നബി നിൽക്കുന്നത്. അപ്പോൾ കാല് താണുപോയി എന്നാണ്. 2 സ്റ്റെപ്സ് അവിടെ കാണാൻ സാധിക്കും. ഇതൊരു ആയത്താണ് ലോകത്തിന് മുഴുവൻ. ഒരു നിലപാടിൻ്റെ പര്യായമാണത്. ഇബ്രാഹിം നബിയുടെ ഫുട് പ്രിന്റ് ലോകത്ത് മുഴുവൻ ഇബ്രാഹിം മുസല്ല, ഇബ്രാഹിമിൻ്റെ ആ ഫുട് പ്രിന്റ് ഉള്ളിടത്ത് നിങ്ങൾ നമസ്കാരം പ്രത്യേകമായി അനുഷ്ഠിക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചു. അതൊരു നിലപാടാണ്. ഒരു ആണൊരുത്തൻ, നിലപാടിൽ വെള്ളം ചേർക്കാത്ത, പറഞ്ഞത് പ്രവർത്തിക്കുന്ന, ധീരനായ, ഏത് തീയ് കണ്ടാലും ഭയക്കാത്ത, അള്ളാഹുവിന് വേണ്ടി മാത്രം നിലകൊണ്ട, നമ്രൂദ് എന്ന രാജാവിനോട് മുഖത്തു നോക്കി അധർമ്മത്തിനെതിരെ പ്രതികരിച്ച, എന്ത് വിഡ്ഢിത്തമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അള്ളാഹു എന്ന് പറയുന്നത് ഈ കാണുന്ന വിഗ്രഹങ്ങളൊന്നല്ലുപ്പ, കണ്ണും ചെവിയും കേൾക്കാത്ത ആ അചേതന വസ്തുവിനോടാണോ അങ്ങ് പ്രാർത്ഥിക്കുന്നത്? അങ്ങനെ ചോദിച്ച നിലപാടുകളുടെ രാജകുമാരനാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരുന്ന വ്യക്തി. അപ്പൊ ഇതൊക്കെ തഖ്വയുടെ അടയാളമാണ്. ഏതായാലും ഈ മുഹറം നമ്മൾ പവിത്രമായൊരു മാസത്തിലാണ്, അതിലേറ്റവും ശ്രേഷ്ഠമായൊരു ദിനത്തിലാണ് നമ്മളുള്ളത്. അഫ്ളലു അസ്സിയാം ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രതിഫലാർഹമായ ശ്രേഷ്ഠതയുള്ള നോമ്പ് മുഹറം മാസത്തിലെ നോമ്പാണ്. അതിൽ ഇന്നത്തെ ദിവസത്തിന് സവിശേഷമായ പ്രാധാന്യമുണ്ട്. എന്താണ് പ്രാധാന്യം? അൻജല്ലാഹു മൂസ വഖൗമഹു മിൻ ഫിർഔൻ സാമ മൂസ വഅമറ ബിസ്സിയാമി. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെയും ബനൂ ഇസ്രായേലിനെയും രക്ഷിച്ച ദിനം. ഇതൊരു ആഘോഷ ദിനമാണ്, അള്ളാഹുവിനോടുള്ള നന്ദി സൂചകമായി. കാരണം അത്രമാത്രം പീഡനം മുസ്ലിം ഉമ്മത്ത് ഈജിപ്തിലെ അക്രമിയായ ഭരണാധികാരി ഫിർഔനിൽ നിന്ന് അനുഭവിച്ചിരുന്നു. ഇന്ത്യയിൽ പൗരത്വ വിവേചന ബില്ല്, മതപരിവർത്തന നിരോധന ബില്ല്, ഏക സിവിൽ കോഡ്, കാശ്മീർ ഭേദഗതി ബില്ല്, വഖഫ് ബോർഡ് മായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പാഠ്യപദ്ധതിയുടെ അട്ടിമറി, ചരിത്രം തിരുത്തുന്ന അനവധി പ്രശ്നങ്ങൾ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം, വേറൊന്നുമില്ല, മുസ്ലിം. വേൾഡ് കപ്പ് നടക്കുകയാണ്. അപ്പോൾ ഒരു സംഘപരിവാറുകാരൻ പറയുന്ന വർത്തമാനം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കൗതുകത്തോടു കൂടിയാണ് കേൾക്കുന്നത്. മുസ്ലിങ്ങൾ എന്താണ്, ഫുട്ബോൾ ജിഹാദ് നടക്കണത്ര ഇവിടെ. മുസ്ലിം, ഇറാഖ്, ഇറാന്, സൗദി അറേബ്യ, തുനീഷ്യ, മൊറോക്ക എല്ലാം മുസ്ലിങ്ങളാണ്. ഇവരൊക്കെയാണെങ്കിൽ ഒരു ഗോൾ അടിക്കുമ്പോൾ സുജൂദിൽ പോകും. ഈ കപ്പിൻ്റെ ഒരു ഗുണം സാംസ്കാരിക വിനിമയം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. വേൾഡ് കപ്പിൻ്റെ ഒരുപാട് ദോഷങ്ങൾ ഈ മറുഭാഗത്തുണ്ട്. അത് ഒരു ഭ്രാന്തായി തീർന്ന വലിയ പ്രശ്നമാണത്. ഒരു ടീമിനോടും അമിതമായ ഒരു ആരാധന ഉണ്ടാകാൻ പാടില്ല. സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നൊരു പ്രയോഗമുണ്ട്. ആ ഒരു എതിർ ടീമിനെ ആദരിക്കുക എന്നത്, കഴിഞ്ഞാൽ ഷെയ്ക്കൻഡ് കൊടുക്കുക എന്നത്, താൻ തന്നെ ഗോളടിക്കണമെന്നല്ല, ഗോൾ എനിക്ക് അടിക്കാൻ പറ്റില്ലെങ്കിൽ സുഹൃത്തിന് ഇട്ട് കൊടുക്കുക, ഒക്കെ കുറേ നല്ല ഗുണങ്ങളാണ്. അതൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യാം. ഇതിങ്ങനെ കയറി ഇറങ്ങി ചെയ്തുകൊണ്ടിരിക്കും. ജീവിതത്തിൻ്റെ ഫിലോസഫിയാണത്. ഈ കയറ്റവും ഇറക്കമൊക്കെ. ഇറങ്ങുമ്പോൾ ദുഃഖിക്കാൻ പാടില്ല, തോക്കുമ്പോൾ വിഷമിക്കാൻ പാടില്ല. ഇതൊക്കെ അതിൽ നിന്ന് പഠിക്കാം. ഈ സാംസ്കാരിക വിനിമയം വളരെ വലുതാണ്. ലോകത്തിലെ അറബ് രാജ്യങ്ങൾ, മുസ്ലിങ്ങൾ, അവരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങളെ കുറിച്ചുള്ള ഒരു ഇസ്ലാമോഫോബിക് ഒരു നരേഷനുണ്ട്. ആ നരേഷൻ തകരാണ് ഇവരെ കാണുമ്പോൾ. ഇങ്ങനെയല്ലല്ലോ ഞങ്ങൾ കണ്ട മുസ്ലിം ഇമേജ്
ഇത്ര ഭംഗിയില്ലല്ലോ അവർക്ക്, അവരിത്ര സ്മാർട്ടല്ലല്ലോ. ഒരു പച്ച ബെൽറ്റൊക്കെ ഇട്ട് വയറൊക്കെ വലുതായിട്ട് ഇങ്ങനെ സംസ്കാരമില്ലാത്തവരാണല്ലോ ഇവർ നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ, ഇവർ കുറേ കൂടി സ്റ്റാൻഡേർഡ് ആണല്ലോ. അതൊക്കെ വലിയ ഒരു കോപ്പി അവർക്ക് കിട്ടും. അതൊക്കെ അതിൻ്റെ നല്ല വശങ്ങളാണ്. എന്നാൽ ചീത്ത വശം എന്ന് പറയുന്നത് ഇത് ഭ്രാന്തായി, സുബഹുമില്ല, മഗ്രിബുമില്ല, ഇഷാവുമില്ല, വീട്ടിൽ പണിയെടുക്കാൻ പോകുന്നില്ല, വീട്ടിലും പണിയെടുക്കില്ല, ഇത് മാത്രം ഇങ്ങനെ ആ ലിസ്റ്റ് നോക്കിയിട്ട് ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി വ്യവഹാരത്തെ പ്ലാൻ ചെയ്യുന്ന ഒരു ഭ്രാന്തുണ്ട്. ആ ഭ്രാന്ത് അപകടമാണ്, ഭ്രാന്ത് ഉണ്ടാകാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹുവിൻ്റെ കൂടെ ഒരു മുഹമ്മദ് റസൂലുള്ളാഹ് ഉണ്ട്. എന്താ പറയുക, നമ്മുടെ മെസ്സി, നമ്മുടെ നെയ്മറൊക്കെ അതാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിയൊക്കെ അതിൻ്റേതായ പരിമിതിയാണ്. നമ്മൾ അർജന്റീന എന്ന രാജ്യത്തെക്കുറിച്ചുള്ള ഒരു വിമർശം, അതിൽ കറുത്ത കളിക്കാരനെ കാണാൻ പറ്റില്ല എന്നാണ്. ഏത് രാജ്യങ്ങളിലും യൂറോപ്യൻ ഫുട്ബോളിലൊക്കെ നമ്മൾ ഈ ബ്ലാക്സിനെ കാണും, പക്ഷെ ഇതിൽ കാണാൻ പറ്റില്ല എന്നാണ്. ആ ഒരു വംശീയതയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആ രാജ്യത്തിനുണ്ട് എന്നതാണ്. ഇസ്രയേലുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇറാൻ്റെയും അല്ലെങ്കിൽ ഗസയിലെയും ഒക്കെ അധിനിവേശത്തെ സപ്പോർട്ട് ചെയ്തൊരു രാജ്യം എന്നതാണ്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ നമ്മൾ കാര്യങ്ങളെ അമിതമായി ഭ്രാന്തമായി ഒരിക്കലും അതുണ്ടാകാൻ പാടില്ല. നമ്മുടെ ഭ്രാന്ത് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലാഹുവാണ് ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ ഹുബ്ബ്. മുഹമ്മദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ അർത്ഥത്തിൽ നമ്മുടെ വികാരത്തെ വിവേകത്തിലേക്ക് പരിവർത്തിപ്പിക്കാൻ ഇത്തരം മുഹറം 10 നമുക്ക് നമ്മെ സഹായിക്കേണ്ടതുണ്ട്. മുഹറം 10 നോമ്പെടുക്കുന്നത് ഈ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെയും അനുയായികളെയും ഫറോവയിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്നതാണ്. അതിനെക്കുറിച്ചുള്ള ആയത്തുകളാണ് സൂറത്ത് ശുറായിൻ്റെ ആയത്തുകളാണ് ഞാൻ ആമുഖത്തിൽ വായിച്ചത്. വഔഹൈന ഇലാ മൂസ അൻ അസ്രി ബിഇബാദി ഇന്നകും മുത്തബഊൻ. മൂസാ നബിക്ക് അല്ലാഹു നിർദ്ദേശം കൊടുത്തു, ഇന്ന് രാത്രി തന്നെ നാടുവിടണം, താങ്കൾ എല്ലാവരോടും എൻ്റെ ദാസന്മാരെ മുഴുവൻ കൂട്ടി താങ്കൾ ചെങ്കടലിൽ കടന്ന് രക്ഷപ്പെടുക, ഫലസ്തീനിലേക്ക് യാത്രയാവുക. ഫഅർസല ഫിർഔനു ഫിൽ മദാഇനി ഹാശിരിൻ. ഇതറിഞ്ഞ ഫിർഔൻ മദീനയിലെ തൻ്റെ നാട്ടിലെ ധാരാളം സൈന്യത്തെ വിന്യസിക്കുകയും എല്ലാവരെയും തയ്യാറാക്കി മൂസയെയും അനുയായികളെയും പിടിക്കാൻ വേണ്ടി തയ്യാറാകാൻ വേണ്ടി ഫിർഔൻ പ്രത്യേകം സേനയെ അയച്ചു. ഇന്നഹാ ഉലൈ ലശിർരിമത്തുൻ ഖലീലുൻ, ഇവർ വളരെ കുറച്ചേ ഉള്ളൂ, അത് നമുക്ക് കൈകാര്യം ചെയ്യാവുന്നേ ഉള്ളൂ, അവരുടെ പണി ഇന്ന് അവസാനിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. ഇന്നഹും, ഇവരെല്ലാം ചെറുത് എന്ന് കരുതുന്നതൊക്കെ ഭയങ്കര അപകടമാണ് എന്ന് കോക്രോച്ച് പാർട്ടിയുടെ കൂടി സാന്നിധ്യത്തിൽ ലോകം അല്ലെങ്കിൽ ഇന്ത്യ ഭരണാധികാരികൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതിന് നിസ്സാരമായി കാണരുത്. കമ്മിൻ ഖലീൽ ഗലബത് ഫിഅതൻ കസീറ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഫിഅത്തുൻ ഖലീലത്തുൻ, വളരെ ചെറിയ സംഘം, ഗലബത് ഫിഅതൻ കസീറ, വലിയ സംഘത്തെ അടിച്ച് തകർത്ത ഒരുപാട് അനുഭവങ്ങൾ വിശുദ്ധ ഖുർആൻ അത് പ്രത്യേകം സ്മരിക്കുന്നുണ്ട്. അത് ബദറിൻ്റെ ചരിത്രമാണെങ്കിലും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജൈത്രയാത്രയാണെങ്കിലും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും അനുയായികളുടെയും വിജയമാണെങ്കിലും ഒക്കെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇവർ വളരെ കുറച്ചേ ഉള്ളൂ, ഇവരെ നമുക്ക് കൈകാര്യം ചെയ്യാം. വഇന്നഹും ലനാ ലഗായിത്തുൻ വഇന്നാ ലജമീഉൻ ഹാദിർ, നമ്മൾ വളരെ ജാഗ്രതയുള്ള ജനതയാണ്. ഫഅഖ്റജ്നാഹും മിൻ ജന്നാത്തിൻ വഅയൂൻ, എന്നിട്ട് അല്ലാഹു പറയണം, അവരുടെ മനോഹരമായ തോട്ടങ്ങളിൽ നിന്നും അരുവികളിൽ നിന്നും നാം അവരെ പുറത്താക്കി. ആരെ? ഫിർഔനെയും കൂട്ടരെയും നാം പുറത്താക്കി. വകുനൂസിൻ വമഖാമിൻ കരീം, അവരുടെ മനോഹരമായ കുനൂസ്, അവരുടെ വലിയ വലിയ ഖനിജങ്ങൾ, നിധി, കൂമ്പാരങ്ങൾ, വമഖാമിൻ കരീം, ഉന്നതമായ വലിയ വലിയ കോട്ടകളിൽ നിന്ന്, കൊട്ടാരങ്ങളിൽ നിന്ന് അവരെ പുറത്താക്കിയിട്ട് കംപ്ലീറ്റ് ബനു ഇസ്രായേലിനെ നാം കദാലിക വഔറസ്നാഹ ബനി ഇസ്രായേൽ, അപ്രകാരം നാം ഇതൊക്കെ ബനു ഇസ്രായേലിനെ ഞാൻ അനന്തരമായി നൽകി. ഫഅത്ബഉഹും മുശ്രിഖീൻ ഫലമ്മാ തറാ അൽ ജംആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. അങ്ങനെ മൂസയും അനുയായികളും അങ്ങനെ കടൽ തീരത്തെത്തി.
നീ കടൽ കടന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഫലമ്മാ തറാ അൽ ജംആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ടീമും ബാക്കിൽ ഫിർഔന്റെ ടീമിനെയും മുഖാമുഖം കണ്ട സന്ദർഭത്തിൽ ദുർബല വിശ്വാസികളായ മൂസയുടെ ആളുകൾ പറഞ്ഞു, ഇതാ നമ്മൾ പിടിക്കപ്പെട്ടു പോയിട്ട് മൂസ, അവർ തൊട്ടടുത്തെത്തി, ഇനി നമുക്ക് രക്ഷയില്ല, മുമ്പിൽ കടലാണ്. ഖാല കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. അങ്ങനെയല്ല, എൻ്റെ കൂടെ എൻ്റെ രക്ഷിതാവുണ്ട്, അവൻ എനിക്ക് മാർഗദർശനം നൽകും. ഇത് പ്രതിസന്ധി ഘട്ടത്തിൽ വിശ്വാസി പറയേണ്ട ഒരു പ്രയോഗമാണ്. പല ഘട്ടങ്ങളിലും നമ്മളിങ്ങനെ തളർന്നു പോകും. ലീഡർ അങ്ങനെ പറഞ്ഞു കൊടുക്കണം അനുയായികൾക്ക്, നമ്മുടെ കൂടെ റബ്ബുണ്ട്. ഭർത്താവ് ഭാര്യയ്ക്ക്, ഭാര്യയും ഭർത്താവും മക്കൾക്ക് ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ട വാപ്പണ്ട് പേടിക്കേണ്ടെന്നല്ല, വാപ്പാനെ പേടിക്കണം. വാപ്പ അത്ര വലിയ ആളൊന്നുമല്ല. അപ്പം എൻ്റെ കൂടെ റബ്ബുണ്ട് എന്ന് മക്കളോട് പറയണം. ഏത് ലീഡറും അങ്ങനെ പറയണം. മൂസ പറഞ്ഞ വർത്തമാനം, എൻ്റെ കൂടെ എൻ്റെ രക്ഷിതാവുണ്ട്. ഇതുതന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൗർ ഗുഹയിലിരിക്കുന്ന ഘട്ടത്തിൽ ശത്രു കൺമുന്നിൽ അബൂബക്കർ സിദ്ദീഖ് കണ്ടു. ആ സന്ദർഭത്തിൽ ഒരു കൂട്ടുകാരൻ തൻ്റെ അടുത്ത കൂട്ടുകാരനോട്, ഒരാൾ തൻ്റെ അടുത്ത കൂട്ടുകാരനോട് പറഞ്ഞു, പേടിക്കണ്ട, ഇന്നല്ലാഹ മഅന, ഞാൻ ഉണ്ട്, പേടിക്കണ്ട എന്നല്ല റസൂൽ പറഞ്ഞത്. റബ്ബുണ്ട് നമ്മുടെ കൂടെ. ഈ വിശ്വാസം സത്യവിശ്വാസികൾക്ക് നൽകുന്ന പ്രചോദനം നിസ്സാരമല്ല. പല പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഭാര്യ പോകും, ഭർത്താവ് നഷ്ടപ്പെടാം, മക്കൾ മരിച്ചു പോകാം. ഇന്ന് ഞാൻ വരുമ്പോൾ ഒരു ഉമ്മ വിളിച്ചു, എൻ്റെ മൂത്ത മകൻ പെട്ടെന്ന് മരണപ്പെട്ടു, ഞാൻ അതിൻ്റെ ദുഃഖത്തിലാണ്. അങ്ങനെ പലതും നമുക്ക്, ബിസിനസ് നഷ്ടപ്പെടാം, പലതും നടക്കാം. ഇവിടെ ഒരു ആക്സിഡൻ്റൽ വേൾഡ് നമ്മൾ ജീവിക്കുന്നത്. ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ലോകമാണത്. എപ്പോഴും എന്തും സംഭവിച്ചാൽ ഇതാ അസാബത്ത് മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങൾ ഉടനെ പറയേണ്ടത്, റബ്ബേ ഇതൊക്കെ നിൻ്റെയാണ്, ഞങ്ങൾ അവിടുന്ന് വന്നതാണ്, ഒന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങോട്ട് വരേണ്ടവരാണ്. അതുകൊണ്ട് ഇതൊരു പരീക്ഷണമാണ്, ഈ പരീക്ഷണത്തെ ഞാൻ നേരിടും. ഖാല കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ ഫഔഹൈനാ ഇലാ മൂസ അനിദ്രിബ് ബിഅസാകൽ ബഹ്ർ. ഉടനെ അല്ലാഹു മൂസയോട് പറഞ്ഞു, കടലിൽ അടിക്കുക. മൂസാ നബിയുടെ കയ്യിൽ എപ്പോഴും ഒരു വടി ഉണ്ടാകുമായിരുന്നു. വടി വളരെ ഒരു സിമ്പലാണ് ഈ വടി എന്ന് പറയുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറുമ്പോൾ അവർ ആ വടി പിടിച്ചിരുന്നതാണ്. അന്നത്തെ അറബികളൊക്കെ ആ വാൾ അവർ പിടിച്ചിരുന്നതാണ്. അതൊരു സിമ്പലാണ് എന്ന് പറഞ്ഞാൽ ഇത് വെറുതെ അലങ്കാരത്തിന് വേണ്ടിയില്ല. ഇന്ന് മിമ്പറിൽ കയറുമ്പോൾ പിടിക്കാത്ത അലങ്കാരമാണ്, ഭംഗിയാണ്, അലങ്കാരത്തിന് വേണ്ടി. അങ്ങനെയുള്ള ഒരു ചടങ്ങ് ഇസ്ലാമിലല്ലോ. ഇസ്ലാമിലെല്ലാം എന്തിനാ ഇമാം അങ്ങോട്ട് തിരിഞ്ഞേക്കണത്? ശരിക്കും ഇതൊരു ഇബാദത്താണെങ്കിൽ ഞാൻ പടിഞ്ഞാട്ടല്ല തിരിയേണ്ടത്. ഇത് 2 സ്റ്റെപ്പ് മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത്, ഇതിനൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. ഇത് കേവലം കുർബാന കഴിക്കണ പോലെ കഴിക്കാനുള്ള പണിയല്ല. അത് ഇന്ന് ചില ലക്ഷ്യങ്ങൾ ഇസ്ലാമിൻ്റെ എല്ലാ ചടങ്ങുകൾക്കും പിന്നിൽ വലിയ ലക്ഷ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇന്ന് നോമ്പ് നോക്കുന്നത് വെറുതെ ഒരു മുഹറം 10 നോമ്പല്ല, നമ്മൾ അയവിറക്കണം, ചരിത്രം അയവിറക്കണം. എന്തിനു നോമ്പ് നോക്കുന്നു? അപ്പോൾ ആ ചരിത്രത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്ക് വേണം. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തെ മുഴുവൻ പാപവും നിങ്ങൾക്ക് പുറത്തു തരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഈ വടി, മൂസയുടെ കയ്യിലെ വടി, എല്ലാ നബിമാരും ഇടയന്മാരായിരുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നബിമാരും ഇടയന്മാരായിരുന്നു. ഇടയവൃത്തി ചെയ്യാത്ത ഒരു പ്രവാചകൻ ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ പരിശ്രമത്തിൻ്റെ, ഖുർആനിൽ 360 ടൈംസ് അമൽ എന്ന പ്രയോഗം, പരിശ്രമം എന്നതിൻ്റെ, പണി എന്നതിൻ്റെ അറബ് പദമാണ് അമൽ എന്നും. അതിൻ്റെ മറ്റൊരു പര്യായ പദമാണ് ഫിഅല്, കർമ്മം. 109 തവണ അത് ആവർത്തിച്ചിട്ടുണ്ട്. ഗസാലി റഹിമഹുല്ലാ തൻ്റെ ഇഹ്യയിൽ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. അതിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സാത്വികനായ ഭക്തനെ കണ്ടു. അപ്പോൾ അയാളോട് ചോദിച്ചു, നീ നിനക്കാരെ ഭക്ഷണം തരുന്നു? അപ്പം എൻ്റെ ജ്യേഷ്ഠൻ പണിയെടുക്കുന്നുണ്ട്, അയാൾ എനിക്ക് ഭക്ഷണം തരുന്നു. അപ്പോൾ ഈസാ നബി പറഞ്ഞു, എടാ സുഹൃത്തെ, നിന്നെക്കാളും അള്ളാഹുവിൻ്റെ മുമ്പിൽ സ്ഥാനമുള്ളത് അവനാണ്, അവൻ അധ്വാനിക്കുന്ന ആളാണ്, നീ വെറുതെ ഇരുന്ന് തിന്നാണ്. അപ്പോൾ പണിയെടുക്കുക, അധ്വാനിക്കുക എന്നത് അത്താജുറുൽ അമീൻ മഅൻ നബിയ്യീന വസ്സദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ. സത്യസന്ധനായ ബിസിനസ്മാൻ അവൻ സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, നബിമാരുടെ സ്ഥാനത്താണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട്
പരിശ്രമം എന്നത് ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം ഈ വടിയെടുത്ത് അതിലേക്ക് അടിച്ചു. ആ അടി ആണ് ഇത് പിളർത്തുകയും വലിയ ഫംഫലഖ ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അലീം, ഓരോ പാളിയും ഓരോ പർവ്വതം പോലെയായി. രണ്ടെണ്ണം കടലങ്ങട് പിളർന്ന് വലിയ പർവ്വത സമാനമായി തീർന്നു. അതിനിടയിലൂടെ വഅസ്ലഫ്നാ സമ്മൽ ആഖിരീൻ, ബാക്കിൽ വരുന്ന ഫിറൗനിയ ടീമിനെ അള്ളാഹു അടുപ്പിച്ചു. വഅൻജൈനാ മൂസ വമൻ മഅഹു അജ്മഈൻ, മൂസയെയും കൂടെയുള്ള മുഴുവൻ ആളുകളെയും മറുകരയിലേക്ക് എത്തി. തുമ്മ അഗ്റഖ്നൽ ആഖിരീൻ, അവർ എത്തിയതോടുകൂടി ഈ മല പോലെ ഉയർന്നു നിൽക്കുന്ന ഈ വെള്ളം അങ്ങോട്ട് ഒരുമിക്കുകയും ഇവരെ മുഴുവൻ മുക്കിക്കൊല്ലുകയും ചെയ്തു. ഇന്ന ഫീ ദാലിക ലആയ, തീർച്ചയായും ഇതൊരു വലിയ ദൃഷ്ടാന്തമാണ്. വമാകാന അക്സറുഹും മുഅ്മിനീൻ, പക്ഷെ അധിക പേരും ഇതൊന്നും വിശ്വസിക്കുന്നില്ല എന്നതാണ്. അപ്പോൾ ഇസ്ലാമിൽ വിശ്വാസം എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ നാം കണ്ടതുപോലെ വിശ്വസിക്കണം. ഇത് ഖുർആനാണ്, കണ്ടതുപോലെ വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കൈമാറിയ വേദഗ്രന്ഥമാണ്. ഇതിലെ ചരിത്രങ്ങൾ വെറും ചരിത്രങ്ങളല്ല, അത് സത്യസന്ധമാണ്. ഇത്തരം അത്യപൂർവമായ വിധത്തിൽ വയർസുഖുഹു മിൻ ഹൈതു ലാ യഹ്തസിബ്, നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത വിധത്തിലാണ് നിങ്ങളെ സഹായിക്കുക. നിങ്ങളുടെ മകളുടെ കല്യാണം, എൻ്റെ മകൻ്റെ വിഷയം, എൻ്റെ ബിസിനസ്, നീ ഇപ്പോൾ രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്, ചികിത്സ, പല ഘട്ടങ്ങളിലും അള്ളാഹു അത്ഭുതകരമായി സഹായിക്കും. അതിനെന്ത് വേണം? ഈ ഒരു ആദർശം എന്നത് വളരെ പ്രധാനം. ഒന്നാമത്തത് പരിശ്രമമാണ്, രണ്ടാമത്തത് ആദർശം എന്നതാണ്. ഈ മുഹറം 1 മുതൽ 10 വരെ നഹ്സാണ് എന്ന വിഡ്ഢിത്തം ആളുകൾ പറയാറുണ്ട്. ഈ മുഹറം മാസം അത്ര നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, അതൊക്കെ മഹാ അബദ്ധമാണ്. പൂച്ച വട്ടം ചാടിയാൽ കുഴപ്പം, അതുപോലെ തന്നെ കാക്ക കരഞ്ഞാൽ കുഴപ്പം. ഇങ്ങനെ മണ്ടത്തരങ്ങൾ വിശ്വസിക്കുന്ന ഒരു തലമുറ, ഒരു സമുദായമായി നമ്മൾ മാറാൻ പാടില്ല. വൈ പീപ്പിൾ ബിലീവ് വിയർഡ് തിങ്സ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. എന്തുകൊണ്ടാണ് ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ ഇത് വിശ്വസിക്കുന്നത്? പൊട്ടന്മാരാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ അല്പം ബുദ്ധി വിവേകമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരും ഈ മണ്ടത്തരങ്ങളിൽ വിശ്വസിക്കുന്നത് എന്ത് എന്ന ഒരു പഠനം അതിൽ പറയണത്. ഒന്ന്, മുത്തശ്ശി കഥകളാണ്. നമ്മുടെ കാരണവന്മാർ പറഞ്ഞു തന്ന കുറേ കഥകളുണ്ടാവും, അതിൽ നിന്നാണ് ഈ അന്ധവിശ്വാസം ഉണ്ടാകുന്നത്. രണ്ടാമത്തത്, ജീവിതത്തിൽ വലിയ ആഘാതങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആ ഒരു ഭയം പിന്നീട് അന്ധവിശ്വാസത്തിലേക്ക് നയിക്കാൻ കാരണമാകുന്നു എന്നതാണ്. അതുകൊണ്ട് ഇജ്തുസ്സത് മിൻ ഫൗഖിൽ അർള് മാ ലഹാ മിൻ ഖറാർ, ഭൂമിയിൽ നിന്ന് പിഴുതെറിയപ്പെടേണ്ട മണ്ടത്തരങ്ങളാണ് കലിമത്തുൽ ഖബീസ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് അത്തരം അന്ധവിശ്വാസങ്ങളൊന്നും നമ്മൾ അംഗീകരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യാൻ പാടില്ല. അവസാനത്തേത് സേവനം ആണ്. നിരന്തരമായ സേവന പ്രവർത്തനങ്ങൾ നടത്തുക എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ലഹരി വിരുദ്ധ ദിനമാണ്. 970 കോടിക്കാണ് ഓണത്തിന് മദ്യം വിറ്റത്, 350 കോടിക്കാണ് ക്രിസ്മസിന് വിറ്റത്. പക്ഷെ മുസ്ലിങ്ങളുടെ ആഘോഷം വന്നപ്പോൾ 1000 കോടിയുടെ അരിയാണ് വിതരണം ചെയ്തത്. ഇപ്പോൾ ഉദ്ഹിയത്ത് കോടിക്കണക്കിന് രൂപയുടെ മാംസം, അതും ആട്ടിറച്ചി നമ്മൾ കൊടുത്തു. ഇസ്ലാമും മറ്റു സമുദായങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇത് നമ്മൾ ആഘോഷിക്കണം. അങ്ങനെയാണ്, സേവനം ചെയ്തുകൊണ്ടാണ്. അതാണ് ഇസ്ലാം. അതുകൊണ്ടാണ് ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഈ സമുദായത്തെ വളരണേ. ഇവരിത് കരയണത് കൊണ്ടെന്നൊരു നമ്മൾ പിന്നെ വളർന്നുകൊണ്ടിരിക്കുക. എന്ത് വളരണം? നമ്മൾ കൊടുക്കല്ലേ, കൊടുക്കും തോറുമേറിടും. ഇങ്ങനെ കൊടുക്കും തോറും അള്ളാഹു വർദ്ധിപ്പിച്ച് തന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സ്വതക്കയും ദാനധർമ്മങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. കഷ്ടപ്പെടുന്ന സമയത്തും ദാരിദ്ര്യത്തിൻ്റെ ഘട്ടത്തിലും സ്വതക്ക ചെയ്യണം. അല്ലാണ്ട് സമ്പന്നന്മാർ മാത്രമല്ല, എല്ലാവരും അത് ചെയ്തുകൊണ്ടിരിക്കുക. ഇസ്ലാമിൻ്റെ സേവനം എന്ന ഈ ഒരു പ്രവർത്തനം വളരെ പ്രധാനമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുവാനും മുഹറത്തിൻ്റെ പാഠങ്ങൾ കൊണ്ട് ജീവിതത്തിൽ പ്രതീക്ഷയോടുകൂടി മുന്നേറുവാനും നമ്മെ സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത വബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ഇർള അന്നാ അർബഅത്തി ഖുലഫാഇ റാഷിദീൻ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ വഉമർ വഉസ്മാൻ وعلي رضي الله عنهم ورضوا عنه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن الله يأمركم بالعدل والإحسان وإيتاء ذي القربى
وينهى عن الفحشاء والمنكر والبغي لعلكم تذكرون لذكر الله أكبر والله يعلم ما تصنعون. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സൂറത്ത് ജുമായിൽ അള്ളാഹു പറയുന്നത്, നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് വന്നാൽ ബാങ്ക് കേട്ടാൽ എത്രയും പെട്ടെന്ന് ജുമായിലേക്ക് നിങ്ങൾ വരണം. പറ്റാവുന്നവർ, കുട്ടികളും സ്ത്രീകളും പ്രായമുള്ളവരും, കഠിനമല്ലാത്ത രോഗം, ചെറിയ രോഗമൊക്കെ ഉള്ളവരൊക്കെ എങ്ങനെയെങ്കിലും എത്താൻ പറ്റുമെങ്കിൽ രണ്ടാളുടെ തോളിൽ പിടിച്ചിട്ട് റസൂൽ പള്ളി വന്നിരുന്നു വയ്യാണ്ടായപ്പോൾ. അപ്പോൾ ഒരു ചെറിയ പനി വരുമ്പോഴേക്കും അങ്ങനെ ഇരിക്കാനും പാടില്ല. അപ്പോൾ പലവിധ രോഗങ്ങൾ, ഷിഗല്ല, നിപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അവിടെ അങ്ങനെ നടക്കും. അതൊക്കെ അനാവശ്യമായി മാസ്ക് ഇട്ട് അങ്ങനെ ഓവർ സാനിറ്റൈസർ ഇപ്പോൾ യൂസ് ചെയ്ത് അങ്ങനെ ഓവറൊന്നും ആവാൻ പാടില്ല. അതിൽ കുറേയൊക്കെ തവക്കുല് നമുക്കുണ്ടാകണം. നിങ്ങളുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഉരുള നിലത്ത് വീണാൽ അയ്യേന്ന് പറയുന്ന റസൂൽ പറഞ്ഞത് ആ ഉരുള എടുക്കണം, മണ്ണുള്ള ഭാഗം കളഞ്ഞ് ബാക്കി കഴിക്കണം. ഇതാണ് ഇസ്ലാമിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അമിതമാകരുത്. ഈ വക അമിതമായ വൃത്തിബോധം അത് രോഗമാണ്. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു മാനസിക രോഗമാണ് അമിതമായ വൃത്തിബോധം. അങ്ങനെയുള്ള പിള്ളേരൊന്നും ബാത്റൂമിൽ കയറിയാൽ ഇറങ്ങില്ല, നിരന്തരമായി ധാരാളമായി വെള്ളം നശിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാ കാര്യത്തിലും അമിതത്വം പാടില്ല. നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് കേട്ടാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എല്ലാവരും, രോഗികളായാലും സ്ത്രീകളായാലും കുട്ടികളായാലും എല്ലാവരും നിങ്ങൾ വരിക. എനിക്ക് ഇളവൊക്കെ ഉണ്ട് വരാതിരിക്കാൻ, അത്തരം ആളുകൾക്ക്, യാത്രക്കാർക്കൊക്കെ ഇളവുണ്ട്. പക്ഷെ നിങ്ങൾ യാത്രക്ക് പോകുന്ന സമയത്ത് ജുമാത്തോടെ നിങ്ങൾക്ക് അടക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഉത്തമമായിട്ടുള്ള കാര്യം. പ്രവാചകൻ താങ്കൾ ഖുത്ബ നിർവഹിക്കുന്നു. അപ്പോൾ സ്പോർട്സും ബിസിനസ്സുമാണ് ചില ആളുകൾക്ക് ഇഷ്ടം. അപ്പോൾ താങ്കൾ അവിടെ നിർത്തിയിട്ട് അവരങ്ങോട്ട് പോകുന്നു എന്ന് ഖുർആൻ പരിഹസിക്കുന്നുണ്ട്. ഖുർആൻ ശക്തമായ ഭാഷയിൽ അവരെ ശാസിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് സ്പോർട്സും ബിസിനസ്സും നമ്മൾ അമിതമാകാൻ പാടില്ല. ഖുൽ മാ ഇൻദല്ലാഹി ഖൈർ, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നത് ഇതിൽ നമ്മൾ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതാ ഖുലിയത്തി സ്വലാ ഫന്തശിറു ഫിൽ അർദ്. ജുമാ കഴിഞ്ഞ പിന്നെ ഇവിടെ ആരും ഇരിക്കാൻ പാടില്ല എന്ന് ഖുർആൻ്റെ കൽപ്പന ഉണ്ട്. ജുമാ കഴിഞ്ഞു, നിങ്ങൾ ദുആ ചെയ്തൊക്കെ കഴിഞ്ഞു, പിന്നെ അവിടെ ഇരുന്നിട്ട് പാടില്ല. ഫന്തശിറു ഫിൽ അർദ്, എല്ലാവരും പുറത്തു പോകണം. എവിടേക്ക് പോകണം? ഭൂമിയിൽ പോകണം, വീട്ടിൽ പോയി കിടന്നുറങ്ങാനല്ല. ഫന്തശിറു ഫിൽ അർദ് വബ്തഗൂ മിൻ ഫളില്ലാഹ്, അള്ളാഹുവിൻ്റെ ഫളിൽ തേടണം. എന്താ ഫളിൽ എന്ന് പറഞ്ഞാൽ? അൽമാൽ, സമ്പത്തും സൗഭാഗ്യങ്ങളും സൗകര്യം ഇവിടെ എമ്പാടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കണം എന്നാണ് അള്ളാഹു പറയുന്നത്. സലഫുകൾ ഇതിനെക്കുറിച്ച് ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു, മൻ ബാഅ വസ്തറ ഫി യൗമിൽ ജുമുഅ ബാറക്കല്ലാഹു ലഹു 70 മറ. വെള്ളിയാഴ്ച ദിവസം ജുമുഅക്ക് ശേഷം ബിസിനസ് നടത്തിയാൽ സാധാരണ ദിവസത്തേക്കാൾ 70 ടൈംസ് പ്രോഫിറ്റ് ഉണ്ടാവുന്നു, എക്സ്ട്രാ പ്രോഫിറ്റ് ഉണ്ടാവുന്നു. കാരണം അത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെന്ന് അള്ളാഹു. ജുമുഅക്ക് ശേഷം നിങ്ങൾ ഇറങ്ങുക, നിങ്ങൾ അധ്വാനിക്കുക, അള്ളാഹുവിൻ്റെ ഫളിൽ തേടുക, ബിസിനസ് നടത്തുക. അപ്പം അതുകൊണ്ട് അന്ന് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവും എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അറാഖ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്, അല്ലാഹുമ്മ ഇന്നി അജബ്തു ദഅവതക. ജുമാ കഴിഞ്ഞിട്ട് പള്ളിയുടെ വാതിലിൽ നിൽക്കൂത്രേ. എന്നിട്ട് പറയും, അള്ളാഹുവോട് പറയും, റബ്ബേ നിൻ്റെ വിളി കേട്ട് ഞാൻ പള്ളിയിലേക്ക് വന്നു. വന്തശർത്തു കമാ അമർത്തൻ, നീ കൽപ്പിച്ചിട്ടുണ്ടല്ലോ ഇത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകാൻ, ഞാൻ അങ്ങനെ ചെയ്തു. അതുകൊണ്ട് ഫർസുഖ്നി മിൻ ഫളിക്, നിൻ്റെ ഫളിൽ നിന്ന്, നിൻ്റെ സമ്പത്തിൽ നിന്ന്, സൗകര്യങ്ങളിൽ നിന്ന് നീ എനിക്ക് ധാരാളമായി തരയണമേ എന്ന് പ്രാർത്ഥിച്ചായിരുന്നു അദ്ദേഹം പോയിരുന്നത്. നമ്മൾ പള്ളിയിലേക്ക് കടക്കുമ്പോൾ അല്ലാഹു മുഫ്തഹ്ലി അബ്വാബ റഹ്മത്തിക്, അല്ലാഹു നിൻ്റെ റഹ്മത്തിൻ്റെ മുഴുവൻ വാതായനങ്ങളും തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിച്ചാണ് കടക്കുക. ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക്. പടച്ചവനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു, ഇത് 5 വക്ത് ചെയ്യേണ്ടതാട്ട, പള്ളിയിൽ കടക്കുമ്പോഴൊക്കെ ചെയ്യേണ്ടതാണ്. കടന്നിട്ട് ഇറങ്ങുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക്, റബ്ബേ നിൻ്റെ ഫളിൽ ഞാൻ ചോദിക്കുന്നു. ഈ ഫളിൽ എന്ന് പറഞ്ഞാൽ പണമാണ്. അതുപോലെയുള്ള ഭൗതികമായ എല്ലാ സൗഭാഗ്യങ്ങളും ഈ ഫളിലിൽപ്പെട്ടതാണ്. അപ്പം അങ്ങനെ ചോദിക്കുന്നതാണ് ഇസ്ലാമിൻ്റെ ബാലൻസിങ് എന്ന് പറയുന്നത്. ഹജ്ജുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അള്ളാഹു പറയുന്നൊരു കാര്യമുണ്ട്. ചിലർ മക്കയിൽ പോയാൽ ഹജ്ജിൻ്റെ സമയത്ത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ എന്ന് വേണ്ടി പ്രാർത്ഥിക്കും. വമാലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, അവൻ്റെ ദുനിയാവിലെ കാര്യങ്ങളൊക്കെ അള്ളാഹു ചെയ്തു കൊടുക്കും. വമിൻഹും മൻ യഖൂൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട്, അവർക്ക് അതിൻ്റെ നസീബ് ലഭിക്കും എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്. അല്ലാഹു അവൻ്റെ ദീനിനെ യഥാവിധം മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അനുഭവിക്കുന്ന
എല്ലാ പ്രതിസന്ധികളും അള്ളാഹു പരിഹരിച്ചു തരുമാറാകട്ടെ. അവൻ്റെ ഇഷ്ട അടിയാറുകളിൽ കാരുണ്യവാനായ